എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. കാന്ത സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ട്, കാണാം. അതിനു മുൻപ് ഒരിക്കൽ കൂടി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ TQ. ദുൽഖറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഫുൾ കത്തിക്കലാണ്. ലോകന്റെ ടീസർ തന്നു, ലോകയുടെ ക്വാളിറ്റി കണ്ട് ഞെട്ടി. ദുൽഖറിനെ കണ്ടിട്ട് ഞെട്ടിയിട്ടില്ല, ദുൽഖറിനെ കാണാൻ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞെട്ടാലോ? ഇനിയാണ് ഞെട്ടാൻ പോകുന്നത്. പിന്നെ ആദ്യം പറഞ്ഞത് ഒന്നും കൂടി പറയാനുണ്ട്. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞില്ലേ ബർത്ത്ഡേ, ഒരിക്കൽ കൂടി ഉണ്ടാവും. ഇനി ഉണ്ടാവും 6 മണിക്ക്. അതായത് ആകാശം ലോ കത്താര എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഗ്ലിംസ് വരുന്നുണ്ട്, അതും കാണാനുണ്ട്. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കുന്ന സാധനമാണ്. കാരണം ഇതിന്റെ പല കാര്യങ്ങളും അറിയാനുണ്ട്, ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റിംഗ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഇന്നലെ ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ പുറത്തോട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗംഭീര അഭിനയമാണല്ലോ എന്നുള്ളത്. എന്തായാലും അത് പ്രതീക്ഷിക്കുന്ന സംഭവം തന്നെയാണ്. അത് തന്നെയാണ് ഇതിൽ എക്സൈറ്റ്മെൻറ്റും. ദുൽഖർ ഈ ക്യാരക്ടർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, ലക്ഷ്മികാന്തനായിട്ട് ആളെങ്ങനെ അവതരിപ്പിക്കുന്നു. അതെ, എന്തായാലും നോക്കാം അല്ലേ? അതെ, കാണാം. എന്തായാലും സെൽവമണി സെൽവരാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. തമിഴിലും തെലുങ്കിലുമായിട്ട് ഒരു ബൈലിംഗൽ മൂവി ആയിട്ടാണ് സിനിമ വരുന്നത്. റാണ ദഗുപതിയും ദുൽഖറുമാണ് ഇത് നിർമ്മിക്കുന്നത്. ഓക്കെ, പിന്നെ സമുദ്രകനിയാണ് ഇതിലെ സൂപ്പർ സ്റ്റാർ ആണെന്ന് തോന്നുന്നു. പ്രധാന വേഷം ചെയ്യുന്നത് ആള് തന്നെയാണ് തോന്നുന്നു. പ്രധാന വേഷം എന്നല്ലോ, ഈ സിനിമയ്ക്കുള്ളിലെ സിനിമയായിരിക്കുമല്ലോ അല്ലേ മിക്കവാറും. അപ്പം ആ നടൻ. അതെ, ഓക്കെ. അതായത് ലക്ഷ്മികാന്ത വധക്കേസ് അതുമായി ബന്ധപ്പെടുത്തി 3 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഒരു ഡയറക്ടറും ഒന്ന് അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള എന്തോ ഭാഗവതർ, പിന്നെ ഒരു സംവിധായകൻ. അപ്പം അങ്ങനെ 3 പേരെ പിടിക്കുന്നുണ്ട്. ലക്ഷ്മികാന്തൻ അന്നത്തെ ഒരു പ്രശസ്തനായ സിനിമ എഴുത്തുകാരനായിരുന്നു, സിനിമാ പത്രപ്രവർത്തകൻ. ആളുടെ കൊലപാതകവും പിന്നെ അതിനുശേഷം ഇവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം സിനിമ. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതും സെൽവമണി സെൽവരാജ് തന്നെയാണ് കേട്ടോ. മ്യൂസിക് എന്തായിരുന്നു അളിയ? ചന്ദ്രു, ജാനു ചന്ദ്രാണ് മ്യൂസിക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടീസറിലേക്ക് പോവാം. ഭാഗ്യശ്രീ ബോൾസയാണ് നായിക. അത് പറഞ്ഞില്ലായിരുന്നു അല്ലേ? അത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും എനിക്ക് ആ ഒരു ഓപ്ഷൻ അല്ല ആ ഒരു എന്തെങ്കിലും പറയാ ചാൻസ് കിട്ടുള്ളൂ എന്നുള്ള എനിക്ക് അറിയാമായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു നീ നോക്കിയിരിക്കുകയായിരുന്നാണ്. ഞാൻ പറഞ്ഞു പോകുന്നുണ്ടോ? ഞാനാണെങ്കിൽ അങ്ങനത്തെ ഈ നായകന്മാരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണ്ട. ഓക്കെ, കോമ്പറ്റീഷൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് കാന്ത സിനിമയുടെ ഒഫീഷ്യൽ ടീസർ കാണാം. ഓക്കെ. மாடர்ன் ஸ்டுடியோஸ் தயாரிக்கவிருக்கும் திரைப்படம் சாந்தா தமிழ் சினிமாவின் முதல் பேய் படம். പടത്തിന്റെ കാര്യങ്ങളാണ്. சந்திரன் பெயிண்டிங்ல பேய் நீல பார்த்து பயப்படுறது. அவர் இருக்காரு. நான் உங்களை கேட்கலாமா? நீங்களும் ஐயாவும் ஏன் பேசிக்காம இருக்கீங்க? கண்ணபுரம் சார், நீ யாருன்றது அந்த உலகம் பார்க்க போகுது. நான் ஒரு மேல வச்ச மரியாதை அளவுக்கு வேற யாரையும் வைக்க முடியாது. எல்லாரும் சொல்லுவாங்க அவன் தான் இந்த படத்தோட கதாசிரியர், இயக்குனரா நான் சொல்றேன். கதாநாயகன், கதாநாயகி எல்லாமே நீதான். சாந்தா சீன் 60 ஷாட் 1 டேக் 1. பாபு, எந்த சீன்ல ஆரம்பிக்க போறோம்? இன்னைக்கு நீங்களும் சந்திரனும் பெயிண்டிங்ல பேய் உருவத்தை பார்க்க பத்தி பேசிக்கிறேன். அது வேணாம் பாபு, ஏதாவது நல்ல சீன்ல ஆரம்பிப்போம். ആളാണ് നായകൻ അഭിനയിക്കുന്നത്. ஐயா ஷாட் ஓகே? ஷாட் ஓகே. சீன் சேஞ்ச். என்ன நடிப்பு சக்கரவர்த்தி, ஆரம்பமே அமர்க்கலமா இருக்கு. எல்லாமே உங்ககிட்ட இருந்து கத்துக்கிட்டதுதான். കിടു
அப்புறம் படம் பேரு சாந்தா இல்ல, കാന്ത. காந்தா. ആ, അയ്യോ. ஆடியன்ஸுக்கும் பிடிக்கும். 12/9/2025 ഓ, ഓഡിയൻസിന് പിടിക്കും. പിടിക്കും. പിടിച്ചു, ഇത് പിടിച്ചു കേട്ടോ. സൂപ്പർ സാധനമായിട്ട്. കീഴിലെ പെർഫോമൻസ്. ഇത് ഇതിലാ പോകുന്നതായതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റും ആ, കളറും. അതായത് അതെനിക്ക് തോന്നുന്നു സിനിമ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റും നടക്കുന്ന ആ സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കളറും. കളറും. കാരണം ഫസ്റ്റ് സിനിമകളുടെ സമയത്തുള്ളതായതുകൊണ്ട് തന്നെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും വരുന്നത്. ആ, അതെ. കോളാട്ടോ. അല്ലെങ്കിൽ തിരിച്ചു ആവാം. ഏതാടാ? ആ, അതായത് സിനിമ കളറിലും അല്ലാത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റും തിരിച്ചു ആവാം. അത് ശരിയാതെ. ആ, അപ്പൊ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തല്ലേ, അതായത് ലക്ഷ്മികാന്തൻ, അത് ദുൽഖർ അല്ല. നമ്മൾ ഇതിന്റെ ഒരു സംശയം അന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഭാഗവതർ ആയിരിക്കും. അതായത് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ സമുദ്രകനി. ശരിക്കും ഈ കേസിൽ അതായത് സമുദ്രകനിയുടെ ക്യാരക്ടർ, അതായത് ഡയറക്ടറിനെ ആദ്യമേ വെറുതെ വിടുന്നുണ്ട്. അതെ, ആളെയാണ് ആദ്യം വെറുതെ വിടുന്നത്. പിന്നെ രണ്ടുപേരാണ്, ഒരു കൃഷ്ണകുമാറും പിന്നെ ഈ ഭാഗവതറുമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. ഏകദേശം 8 വർഷം അങ്ങനെ എത്ര കണ്ട്. അത് 1947 റിലീസാവുന്നത്. അതിനുശേഷം മറ്റേ ഭാഗവതർ ഭയങ്കര പൈസക്കാരനായിരുന്നു എന്നാണ് കഥ. ഞാൻ വായിച്ചപ്പോൾ കിട്ടിയ കേട്ടോ. അപ്പോൾ അയാൾ പിന്നീട് വെറും ദരിദ്രനായിട്ടാണ് മരിച്ചതെന്നാണ്. അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ആള്. മറ്റേ ആൾ 1-2 സിനിമകൾ ചെയ്തു, പക്ഷെ ചിലത് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇതെന്തായാലും ഗംഭീര ഒരു സാധനമായിരിക്കും. ഇത് ഒന്നാമത് നടന്നൊരു സംഭവം കൂടി ആയതുകൊണ്ട്, അതും തമിഴില് ഇതിന്റെ സ്റ്റോറി അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു സാധനം ഉണ്ടാവൂല. അതെന്തായിരുന്നോ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെ ആയിരിക്കണം. പക്ഷെ നമ്മുടെ കുറിപ്പൊക്കെ പോലെ മറ്റൊരു ഭാഗം കാണിക്കാൻ സാധ്യത ഉണ്ട്. അതുണ്ടാവും. കാരണം ഇതിന്റെ കേസിൽ ആദ്യം തന്നെ വെറുതെ വിട്ട ആളാണ് ഡയറക്ടർ. ഇതിൽ ഡയറക്ടറായി വരുന്നത് സമുദ്രകനിയാണ് ഇവിടെ വില്ലൻ വേഷത്തിൽ നിൽക്കുന്നത് ഈ ടീസറിൽ കാണിച്ചപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദുൽഖറിന്റെ ക്യാരക്ടറിനുമാണല്ലോ. അതെ, പിന്നെ ആള് തന്നെ ആയിരിക്കണം കേട്ടോ. ആള് തന്നെയാണ്. അതെ, ആള് തന്നെ നടൻ. കാന്ത അല്ലാന്നുള്ളൂ. അതെ, റാണാധിപതി ചെറിയൊരു വേഷത്തിലുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലപ്പെടുന്ന ക്യാരക്ടർ അല്ലേ, ആൾക്ക് കുറച്ചുണ്ടാവുള്ളൂ. മിക്കവാറും ആ കൊലപാതകത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. പിന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഈ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളും ആയിരിക്കും വരുന്നത്. എനിക്ക് ചെറിയൊരു സാധനം അടിച്ചത് നമ്മുടെ ഓം ശാന്തി ഓം സിനിമ ആണല്ലേ, അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഏതാണ്ട്, അതായത് ഇതിന് മുൻപ് നടന്ന ഒരു ഓം ശാന്തി ഓം എന്ന് പറഞ്ഞൊരു സിനിമ നടക്കേണ്ടതാണ്. ആ സെറ്റ് കത്തുന്നു, അതിലൂടെ ഒരു കൊലപാതകം നടക്കുന്നു. അതിനുശേഷം അതേ സിനിമ വീണ്ടും ഇവർ ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു, അതേ സെറ്റിൽ വെച്ചിട്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വൈബ് എനിക്ക് ചെറുതായിട്ട് അടിച്ചു. അത് കോപ്പി എന്നല്ല കേട്ടോ, ആ രീതിയിലുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. മേ ബി ഈ ഒരു സംഭവത്തിന്റെ ചെറിയൊരു സാധനമായിരിക്കും അവർ ആദ്യം എടുത്ത് അത് ചെയ്തിട്ടുണ്ടാവും. അതല്ല, അതും അങ്ങനെ അതില്ലല്ലോ. സ്വന്തം ഉണ്ടാക്കിയത് ഇതും അതന്നെ, ഇതും വേറെ രീതിയിൽ ചിന്തിച്ചിരിക്കുകയാണ്. അതായത് സംഭവം ഒരു സിനിമാ സെറ്റിലോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരാളെ 3 പേര് കൊല്ലുന്നു, അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾക്ക് ശേഷം ആ ക്യാരക്ടർ പിടിച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇതിന്റെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇവര് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് തെളിവുകൾ അധികം അങ്ങനെ ശക്തമല്ലാത്തതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. പക്ഷെ ശരിക്കുള്ള കൊലപാതകം ആരാന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം. ഇവരെ മറ്റേ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചിട്ട് മറ്റവരെ 2 പേരും ജയിലിൽ കിടന്നിട്ടുണ്ട്. മറ്റേ ആള് അല്ല എന്നുള്ള രീതിയിൽ പുറത്താവും ചെയ്തു. പക്ഷെ ശരിക്കും റിയലായിട്ട് ആരാ കൊന്നു എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല പുറത്ത്. അപ്പൊ അതാണ് അതിന്റെ, ഈ ഒരു സാധനമാണ് അതിന്റെ ഏറ്റവും വലിയ നമുക്ക് കാണാൻ കാത്തിരിക്കേണ്ട ഒരു സാധനം വരുന്നത്. അതാണ്, അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ എക്സൈറ്റ്മെന്റ്. അതെ, അതായത് ദുൽഖറിന്റെ ക്യാരക്ടർ വളരെ മികച്ചതാണെന്ന് നമുക്ക് തോന്നില്ല. ഏതും ക്യാരക്ടർ വ്യക്തി നല്ല വ്യക്തി എന്നുള്ള രീതിയിൽ. കാരണം ആള് ഭയങ്കര അഭിനയിക്കുന്നൊരു വ്യക്തിയായിട്ട് ഓരോ സമയങ്ങളില് ഓരോ മോഡിലേക്ക് മാറുന്നുണ്ട്. അതില് പഠിച്ച് ഓരോ സാധനങ്ങളും മാറുന്നതാണ്. ശരിക്കും പഠിച്ച കള്ളൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം, അങ്ങനെ കരുതാം.
ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ? അതും ഫസ്റ്റ് തമിഴ്നാട്ടിലെ ഫസ്റ്റ് സൂപ്പർ സൂപ്പർ സ്റ്റാർ സ്റ്റാറാണ്. ആണ്. അതെ, ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ്. യെസ്. എന്താണെങ്കിലും പടം ചീറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞ ആളല്ലെങ്കിലും പൊളിയാക്കാറുണ്ട്. റെട്രോ അതാണ് സത്യമായിട്ടും ഈ ഒരു ടൈപ്പ് ക്യാരക്ടറുകൾ. അതെ. അപ്പൊ അതുപോലെ തന്നെ ഇതില് പെർഫോമൻസ് ഒരെണ്ണം കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് ചെയ്യണ സാധനം ഉണ്ടല്ലോ, പൊളി സാധനം. 1.5 ഐറ്റം ആണത്. അതെ. എന്താണെങ്കിലും കാത്തിരിക്കാം. എന്തായാലും ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും വന്നപ്പോൾ അന്ന് നമ്മൾ ഈ സംശയം പ്രകടിപ്പിച്ചതാണ്. ഏതാ? അതായത് ലക്ഷ്മികാന്തനല്ലേ ഇത് ഉൾക്കാറുന്നത്. അതെ അതെ, നമ്മളത് ചോദിച്ചതാ. അതിന് കാരണം എന്തറിയോ, ആളുടെ ലുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക സംഭവേ ഇയാളാണ് വില്ലൻ അല്ല. അതായത് ഈ ചെയ്യുന്ന സിനിമ അല്ലേ, ഇത് ഈ സംഭവം നടന്നതിന് ശേഷമുള്ള ഒരു സിനിമ ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ലക്ഷ്മികാന്തനായിട്ടുള്ള ക്യാരക്ടർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളതല്ലേ, അതാണ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വന്നത്. പിന്നെ സെക്കൻഡ് ലുക്ക് കളറിലാണ് വന്നത്. വലിച്ചിങ്ങനെ സൈഡ് പോസ് അപ്പോ അത് നടൻ. അപ്പൊ രണ്ടും ആള് തന്നെയായിരിക്കും ചെയ്യുന്നത് ആ സിനിമയിൽ. ഇപ്പോൾ അത് ഞാൻ മറ്റേ ആ ഒരു റെഫറൻസ് പറയാൻ കാരണം എന്താ അറിയോ, ഓം ശാന്തിയോ, അതിൽ ലാസ്റ്റ് പേ സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ ഒരു കഥ പറയുന്നത്. അതന്നെ, അത് തന്നെയാണ് ഇതിന്റെ. അതിലെല്ലാവരും പേടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രീതിയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം എന്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. സെപ്റ്റംബർ 12 വരെ പോലെ. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു ടീസറാണ്. അതിനകത്ത് പെർഫോമൻസ് മേ ബി തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുവരും. തെലുങ്കിലെ ആള് പോയി അവിടെ നിന്ന് തൂക്കി, ആൾറെഡി മലയാളത്തിൽ നിന്ന് തൂക്കിയതാണ്. തമിഴ്നാട്ടിൽ നിന്ന് തൂക്കും. സൗത്ത് ഇന്ത്യ മൊത്തം ഞങ്ങൾ എടുക്കുക. എന്തായാലും ഗംഭീരമാവട്ടെ. അപ്പോൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതെ, ആകാശം ലോ ഒക്കത്താര എന്നപ്പ അറിയാം.